ഡ്രൈവിംഗ് ലൈസൻസ് നേടാം വെറും 11,000 രൂപയ്ക്ക്. കാർ ഡ്രൈവിംഗ് പഠിക്കാൻ 9,000 രൂപ, ഇരുചക്ര വാഹനത്തിന് 3,500 രൂപ. KSRTC ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നാൽ കുറഞ്ഞത് 25,000 രൂപ ഫീസ് ഇനത്തിൽ നഷ്ടമാകും. ഡ്രൈവിംഗിന്റെ ഗുണനിലവാരവും ആശങ്ക തന്നെയാണ്. ഇനി ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് വേണം പറയാൻ. കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ചാണ് പരിശീലനം നടത്തുക. KSRTC ഡ്രൈവർമാർക്ക് പരിശീലനം നൽകിയിരുന്നവരാണ് അധ്യാപകർ. സ്ത്രീകൾക്ക് വനിതാ പരിശീലകരുണ്ടാകും. SC/ST വിഭാഗത്തിലുള്ളവർക്ക് കുറഞ്ഞ നിരക്കിലാകും പരിശീലനം. ഈ വിഭാഗത്തിലെ കുട്ടികൾക്ക് സൗജന്യമായിരിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തെ ചൊല്ലി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സർക്കാരും തമ്മിൽ തർക്കം തുടരുന്നതിന് ഇടെയാണ് KSRTCയുടെ പുതിയ നീക്കം. സംസ്ഥാനത്താകെ 23 സ്ഥലങ്ങളിലാണ് ഡ്രൈവിംഗ് സ്കൂളുകൾക്കായി KSRTC കണ്ടെത്തിയിട്ടുള്ളത്. ഹെവി വാഹനങ്ങൾക്കുള്ള ലൈസൻസിന് ഉൾപ്പെടെ പരിശീലനം നൽകും. ഡ്രൈവിംഗ് സ്റ്റിമുലേറ്റർ ഉൾപ്പെടെയുള്ള ആധുനിക പരിശീലന സംവിധാനങ്ങളാണ് KSRTC ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഉണ്ടാവുക. അതിനൊപ്പം സ്വകാര്യ സ്ഥാപനങ്ങളെക്കാൾ 40% വരെ ഇളവ് നൽകിയായിരിക്കും ഡ്രൈവിംഗ് പരിശീലനം എന്നതും പ്രത്യേകത തന്നെയാണ്. പ്രാക്ടിക്കൽ ക്ലാസിനോടൊപ്പം തിയറിയും ഉണ്ടാകും. തിരുവനന്തപുരത്ത് KSRTCയുടെ ആനയറ സ്റ്റേഷന് സമീപത്താണ് പഠനത്തിനായി ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത്. അട്ടക്കുളങ്ങരയിലുള്ള KSRTC സ്റ്റാഫ് ട്രെയിനിംഗ് കോളേജിലാകും തിയറി ക്ലാസുകൾ ഉണ്ടാവുക. ഡ്രൈവിംഗ് ഫീസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്ക് 3,500 രൂപയാണ് ഫീസ്. കാറും ഇരുചക്ര വാഹനങ്ങളും ഒരുമിച്ച് പഠിക്കുന്നതിനായി 11,000 രൂപയാണ് പ്രത്യേക പാക്കേജ്. ഹെവി ഡ്രൈവിംഗ്, കാർ ഡ്രൈവിംഗ് പഠിക്കാനും 9,000 രൂപയാണ് ഫീസ്. എന്നാൽ ഗിയർ ഉള്ളതിനും ഇല്ലാത്തതിനും ഒരു നിരക്കായിരിക്കും ഈടാക്കുക. KSRTCയിലെ വിദഗ്ധരായ ഇൻസ്ട്രക്ടർമാരുടെ സേവനമടക്കം ഡ്രൈവിംഗ് സ്കൂളുകൾക്കായി വിനിയോഗിക്കും. ദേശീയ, അന്തർദേശീയ നിലവാരത്തിലുള്ള ലൈറ്റ് മോട്ടോർ ഡ്രൈവിംഗ് പരിശീലനം ഈ കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആധുനിക സംവിധാനങ്ങളോടെ ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളിൽ KSRTC ഡ്രൈവർമാർക്ക് അധിക പരിശീലനം നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളും പരിഗണിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നിഷ്കർഷിക്കുന്ന അക്രഡിറ്റഡ് ഡ്രൈവർ ട്രെയിനിംഗ് പരിശീലന കേന്ദ്രങ്ങളിലെ രീതിയാണ് KSRTCയും സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടക്കുന്ന ഒന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തകരും ഗതാഗത മന്ത്രിയും തമ്മിലുള്ള ചില സ്വരച്ചേർച്ചകൾ. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തകർ സമരം ചെയ്യുന്നതും ടെസ്റ്റിനായി എത്തുന്ന ആളുകളെ കളിയാക്കി കൂകി വിളിക്കുന്നതുമെല്ലാം സ്ഥിര സംഭവമായി മാറിയിട്ടുണ്ട്. ഈ അവസരങ്ങളിൽ KSRTCയുടെ കീഴിൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. തീരുമാനം യാഥാർത്ഥ്യമായപ്പോൾ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ലൈസൻസ് എന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. പ്രതിവർഷം 8 ലക്ഷത്തോളം വാഹനങ്ങളാണ് പുതിയതായി നമ്മുടെ നിരത്തിലിറങ്ങുന്നത്. പൊതുനിരത്തുകളിലെ വാഹന ബാഹുല്യവും സുരക്ഷിതമല്ലാത്ത ഡ്രൈവിംഗുമാണ് റോഡ് അപകടങ്ങൾക്കുള്ള പ്രധാന കാരണം. റോഡ് അപകടങ്ങളിൽ ഏറിയ പങ്കും ഡ്രൈവറുടെ അശ്രദ്ധ മൂലമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അച്ചടക്കത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും വാഹനം ഓടിക്കുക എന്നത് പ്രധാനം തന്നെയാണ്. അത്ര തന്നെ പ്രധാനമാണ് നമ്മുടെ റോഡിന്റെ പരിതസ്ഥിതികൾക്ക് അനുസൃതമായി സുരക്ഷയോടെ വാഹനം ഓടിക്കുക എന്നതും. ഇത് പഠിപ്പിക്കാൻ കഴിയുന്നത് ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾക്കാണ്. എന്നാൽ പലപ്പോഴും അവിടങ്ങളിൽ ഇതുണ്ടാകുന്നില്ല എന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു.